ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ രേവതിയെ ചന്ദ്ര മുറിയിൽ നിന്നും വലിച്ചിറക്കി പുറത്തു കൊണ്ടുവരുന്ന ഒരു എപ്പിസോഡ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ രേവതി ഇങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുമായിരിക്കും ഒരു ദിവസം. അപ്പോഴേക്കും നമ്മുടെ സച്ചി വരുന്നു. സച്ചി നോക്കുമ്പോഴേക്ക് രേവതിയുടെ മുഖമൊക്കെ വല്ലാണ്ടായിരിക്കുന്നു. തൊട്ട് നോക്കുമ്പോഴോ നല്ല ചുട്ടു പൊള്ളുന്ന പനി. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി നിനക്ക് എന്താ നല്ല ചൂടുണ്ടല്ലോ രേവതി, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, നിനക്ക് വയ്യ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയും, കുഴപ്പമില്ല സച്ചിയേട്ടാ, അത് ഒരു ഗുളിക കഴിച്ചാൽ മതി, അപ്പോഴേക്കും റെഡിയാവും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ പൂ കെട്ടി തീർക്കട്ടെ എന്ന് പറയുവാണ്. പൂവൊക്കെ പിന്നെ കെട്ടാം, ആദ്യം വേണ്ടത് ആരോഗ്യമാണ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ രേവതി സമ്മതിക്കുന്നില്ല. രേവതി പറയുന്നത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളിക മേടിച്ചെന്നാൽ മതി എന്നാണ്. അപ്പോൾ അങ്ങനെ സച്ചി എന്നാൽ ശരി ഞാൻ ഗുളിക മേടിച്ചരാം, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പോയി ഗുളിക മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പോകാൻ പോവുകയാണ് സച്ചി. അപ്പോഴേക്കും സച്ചി പറയും, നീ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെ ഇനി പൂ കെട്ടിയാൽ മതി, മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുന്നു, നല്ല ചൂടും ഉണ്ട് എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, റെസ്റ്റ് എടുക്കാനോ ഞാനോ, എനിക്ക് റെസ്റ്റ് ഒന്നും വേണ്ട, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല രേവതി, നീ ഇതേ ആ മുറി പോയി കിടന്ന്, ഈ ആഴ്ച ആ മുറി നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് നീ പോയി കിടക്കുക, ആ മുറിയിൽ പോയി കിടന്നോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എന്നാലും വേണ്ട, ഞാൻ കിടക്കുന്നില്ല സച്ചിയേട്ടാ എന്ന് പറയുമ്പോഴേക്കും, നീ കിടക്ക്, നിൻ്റെ ആ ഒരു ഇതൊന്നും വയ്യായികൊന്നും മാറട്ടെ രേവതി എന്ന് പറഞ്ഞ് സച്ചി രേവതിയെ നിർബന്ധിച്ച് സുധിയുടെ മുറിയിൽ കൊണ്ടേ കിടത്തുവാണേ. കാരണം സുധിയുടെ മുറിയാണല്ലോ, അച്ഛമ്മയുടെ നിർദ്ദേശപ്രകാരം ആഴ്ചയിൽ ഇവർക്ക് ഇപ്പോൾ റൊട്ടേഷൻ ആണല്ലോ. അപ്പോൾ ഈ ആഴ്ച സുധിയുടെ മുറിയാണ് നമ്മുടെ രേവതിയും സച്ചിയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ രേവതിയെ കൊണ്ടേ അവിടെ കിടത്തുന്നുണ്ട്, സച്ചി കൊണ്ടേ കിടക്കും, വയ്യായിക മാറട്ടെ, കുറച്ചു നേരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതി എന്ന് പറയുമ്പോൾ അങ്ങനെ ഇരുന്ന് രേവതി ഇരുന്ന് കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും അങ്ങനെ ഉറങ്ങിപ്പോകുന്നുണ്ടേ കിടന്നിട്ട്. സച്ചിയാണെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് മേടിക്കാനും പോകും. ഈ ടൈമാണ് നമ്മുടെ ശ്രുതിയും കൂടി ജോലി കഴിഞ്ഞൊക്കെ തിരിച്ചു വരുന്നത്. ശ്രുതി ഇപ്പോൾ ബിസിനസ്സൊക്കെ ആണല്ലോ നടത്തുന്നത്, ശ്രുതി ബ്യൂട്ടി പാർലറിൽ നിന്നും വരുന്നുണ്ട്. അവരൊക്കെ മുറിയിലോട്ട് അപ്പോൾ ഒന്ന് ഡ്രസ്സ് മാറാൻ വേണ്ടി കയറുമ്പോഴേക്കും അവിടെ രേവതി കിടന്ന് ഉറങ്ങുന്നു. ഇത് കാണുമ്പോഴേക്കും ശ്രുതിക്കും അങ്ങോട്ട് ദേഷ്യം ഇങ്ങോട്ട് വരുവേ. അവരപ്പോഴേക്കും ചന്ദ്രയെ വിളിക്കുന്നുണ്ട്. ഒരു മുറിയുള്ളതിൽ ചന്ദ്രയും കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. സച്ചി രേവതിയോട് ഏതെങ്കിലും മുറി കിടക്കാൻ പറയുമ്പോൾ ആ മുറിയിൽ അമ്മ കിടക്കുകയെന്ന് പറയുന്നതുകൊണ്ടാണ് സച്ചി സുധിയുടെ മുറി ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോഴേക്കും ഇവർക്ക് ദേഷ്യം വന്ന് ചന്ദ്രയെ വിളിക്കുവാണ്, അമ്മേ ഇത് കണ്ടില്ലേ? അപ്പോൾ പറയും, എന്താടാ, ദേ ഞങ്ങളുടെ മുറിയിൽ അവൾ കയറി കിടക്കുന്നു. അപ്പോൾ ചന്ദ്ര പറയും, ആ രേവതി, അവൾ എന്തിനാ ഈ സമയത്ത് കിടക്കുന്നത്? എനിക്കറിയില്ല, റൂമിൻ്റെ അധികാരം എടുക്കുമായിരിക്കും, ഈ ആഴ്ച അവർക്കാണല്ലോ മുറി, അപ്പോൾ നേരത്തെ കയറി സ്ഥലം പിടിച്ചതായിരിക്കും എന്നൊക്കെ ശ്രുതി പറയുവാണേ. ശ്രുതിക്കും നല്ല ദേഷ്യം വന്നിട്ട് ശ്രുതിയും കുറേ കുറ്റങ്ങൾ ചീത്തയൊക്കെ പറയുന്നുണ്ട് രേവതി. അവൾ ആള് വേറെയാ, അവളുടെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ, ഞങ്ങൾ വന്നേക്കാളും മുമ്പ് ആ മുറി കയറി സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നൊക്കെ ശ്രുതിയും പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, അവളെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, അവൾക്ക് ഇത്രയും ധൈര്യം, അവൾ ഇത്രയും നേരം അവിടെ ഇരുന്ന് പൂകെട്ടുമായിരുന്നല്ലോ, ഇതെപ്പോൾ പോയി അവിടെ കിടന്നു എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര മുറിയിലോട്ട് പോകാൻ പോകുവാണേ. അപ്പോഴേക്ക് രവീന്ദ്രൻ വരുന്നുണ്ട്. അപ്പോഴേക്ക് രവീന്ദ്രൻ ചോദിക്കും, എന്താ ചന്ദ്ര പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, നിങ്ങൾ കണ്ടില്ലേ ആ രേവതി നോക്ക് കിടന്നുറങ്ങുന്നത് നോക്കെന്ന് പറഞ്ഞ് രവീന്ദ്രനെ കാണിക്കുവാണേ. അപ്പോൾ രവീന്ദ്രൻ നോക്കുമ്പോൾ രേവതി നല്ല ഉറക്കം, രേവതി ആ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി, ഈ പുറത്ത് നടക്കുന്ന ബഹളമൊന്നും രേവതി കേൾക്കുന്നില്ല. അപ്പോൾ രവീന്ദ്രൻ പറയും, അവൾ കിടക്കട്ടെ, അതിനെന്താ ഇപ്പോൾ പ്രശ്നം, അവൾ കിടക്കട്ടെ എന്നോ, അങ്ങനെ വിട്ടാൽ പറ്റും ല്ലോ, ഈ വീട്ടിൽ എന്തോരം പണികളുണ്ട്, അവൾ ഈ ടൈമിൽ പോയി കിടക്കുന്നു. അതുമാത്രമല്ല ശ്രുതിയും ഇതേ പണി കഴിഞ്ഞ് വന്നിരിക്കുക, അവർക്കൊന്ന് റെസ്റ്റ് എടുക്കണ്ടേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ അവൾക്ക് എന്താണെന്ന്, അവൾ അങ്ങനെ കിടക്കാറില്ലല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അവളെ വിളിക്കാനൊന്നും നിൽക്കണ്ട, നീ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയോട് വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പോകുവാണ് മുറിയിലോട്ട്. അപ്പോഴേക്കും ചന്ദ്രക്കൊരു സമാധാനമില്ല, രേവതി ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന കാണുമ്പോഴേക്കും ചന്ദ്ര നേരെ പോയിട്ട് രേവതിയെ തട്ടി വിളിക്കുവാണ്, എടി രേവതി എഴുന്നേക്കടി എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അപ്പോഴേക്കും, അയ്യോ അമ്മ, എന്താ അമ്മേ, ഞാൻ ഉറങ്ങിപ്പോയോന്ന് ചോദിക്കുന്നുണ്ട് രേവതി. അവളുടെ ഒരു അഭിനയം, ഉറങ്ങിപ്പോയോന്ന്, കിടന്നുറങ്ങണ പോലെ കിടന്നിട്ട് ഇവിടെ നടക്കുന്ന ബഹളമൊന്നും നീ കേട്ടില്ലേ, ഇത് അവരുടെ മുറി, അവർക്ക് മാറിക്കൊടുത്തേ. അപ്പോൾ പറയും, അമ്മേ അത് പിന്നെ ഞാൻ പെട്ടെന്ന് വെറുതെ ഒന്ന് ഇരുന്നിരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോയതാന്ന് പറയുമ്പോഴേക്കും, ഉറങ്ങിപ്പോയി, നിൻ്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് എടുക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് ചന്ദ്ര ചീത്ത പറയുന്നുണ്ട്. അവർ വരുന്നതിനേക്കാളും മുമ്പ് നീ കയറിയ മുറിയിൽ സ്ഥലം പിടിച്ചതല്ലേടി അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട്, നിൻ്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്കറിയാമെന്ന് ചന്ദ്ര പറയുവാണ്. അപ്പോൾ രേവതി പറയും, ഇല്ലമ്മേ എനിക്ക് നല്ല പനിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്ന് കിടന്നത്. പനി, അവളുടെ ഒരു അഭിനയം കണ്ടില്ലേ, അടുത്ത അടവ് അവളുടെ ഒരു പനി. പറയും, ഇതെന്താ നിനക്ക് വന്ന് റെസ്റ്റ് എടുക്കാൻ, AC ഉണ്ടെങ്കിലേ നീ കിടക്കുള്ളൂ, AC മുറിയിലേ നീ റെസ്റ്റ് എടുക്കത്തുള്ളൂ, ആ ഹോളിലെങ്ങാനും പോയി കിടന്നൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മയെ ഉറങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ വന്നതല്ല, ഇരുന്നിരുന്ന് വന്നപ്പോൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാ.
നിൻ്റെ വീട്ടിൽ നീ ഇങ്ങനെ ആയിരുന്നോ? നിനക്ക് വയ്യാതാവുമ്പോഴേക്കും നീ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ പോയി ഒരു കട്ടിലിങ്ങനെ സുഖമായിട്ട് AC ഇട്ട് കിടക്കും. നിനക്കൊക്കെ പറ്റിയത് ഇങ്ങനത്തെ മുറിയൊന്നും അല്ല, നിനക്കൊക്കെ ജനറൽ വാർഡാ ഹോസ്പിറ്റലിൽ പോയാലും പറഞ്ഞിരിക്കുന്നത്. നീ അപ്പോൾ ഹോളിൽ പോയി കിടന്നാൽ മതിയുടെ രേവതി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര വായെ തോന്നിയ ചീത്തയൊക്കെ രേവതിയെ വിളിക്കുവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സച്ചി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മേടിച്ചിട്ട് കയറി വരുവാണ്. സച്ചി അകത്തോട്ട് കയറുന്നില്ല. ചന്ദ്ര എന്തൊക്കെ പറയുന്നതെന്ന് നോക്കാൻ വേണ്ടി സച്ചി ഇങ്ങനെ പുറത്ത് തന്നെ നിൽക്കുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇറങ്ങിപ്പോടി നീ, ഇവരുടെ മുറി നിൻ്റെ മനസ്സിലിരിപ്പ്. ശ്രുതിയും അവരൊക്കെ പണി കഴിഞ്ഞ് വന്നതാ. ശ്രുതിയൊക്കെ കോടീശ്വരിയാ, ഇതുപോലെ ഹോളിൽ പോയി കിടക്കാനുള്ളതൊന്നല്ല അവളുടെ ജീവിതം. നീ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് രേവതിയെ പിടിച്ച് മുറിയിൽ നിന്നും വലിച്ച് പുറത്തോട്ട് കൊണ്ടുവരുവാണേ ചന്ദ്ര. പാവ രേവതിക്ക് ഒന്നാണ്ട് വയ്യ. അപ്പോൾ ഈ പുറത്തോട്ട് വരുമ്പോഴേക്കും സച്ചി ഇങ്ങനെ ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുവാണേ. സച്ചിനെ കാണുമ്പോഴേക്കും രേവതിയുടെ മേത്തുനിന്ന് ചന്ദ്ര കൈയെടുക്കും. പറയും, എന്താ അമ്മേ, എന്തിനാ അവളെ ചീത്ത പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, നിങ്ങളെന്താ മുറിയുടെ അധികാരം എടുക്കുവാണ് ഇവർക്ക് മുറി തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സച്ചി പറയും, ഞാൻ പറഞ്ഞിട്ടാ രേവതി അവിടെ പോയി കിടന്നത്, അവൾക്ക് വയ്യ, അതുകൊണ്ടാണ് ഞാൻ കിടക്കാൻ പറഞ്ഞത്. കുറച്ചു നേരം കിടന്നു കഴിഞ്ഞാൽ അവൾ ഉഷാറാവും. മരുന്ന് മേടിക്കാൻ വേണ്ടി ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയത്, ആ സമയത്ത് കിടത്തിയതാന്ന് പറഞ്ഞിട്ടൊന്നും ചന്ദ്ര കേൾക്കുന്നില്ലേ. പിന്നെ അവളുടെ ഒരു കള്ളപ്പനി എന്നൊക്കെ ചന്ദ്ര പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ മുറിയിൽ നിന്നും വന്നിട്ട് ചോദിക്കും, ചന്ദ്ര നിന്നോടല്ലേ ഞാൻ രേവതിയെ വിളിക്കരുതെന്ന് പറഞ്ഞ് പോയത്, അതിൻ്റെ ഉള്ളിൽ നീ അവളെ വിളിച്ചെഴുന്നേപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ വിളിച്ചെഴുന്നേപ്പിക്കാതെ ശ്രുതിയൊക്കെ പണി കഴിഞ്ഞ് വന്നിരിക്കുക, ഇവനെ പോലെയൊന്നുമല്ല, തലവെച്ചുള്ള പണിയാ ശ്രുതിയുടെ, അവനപ്പോൾ നല്ലോണം റെസ്റ്റ് എടുക്കണം. അപ്പോൾ ശ്രുതിയും ഭയങ്കര അഹങ്കാരിയായി. ശ്രുതി ബിസിനസ് തുടങ്ങിയപ്പോഴേക്കും നല്ല അഹങ്കാരം കൂടിയിട്ടുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ സച്ചിനെ പോലെയൊന്നുമല്ല, ഇരുന്നിരിപ്പിലിരുന്ന് ഓടിക്കുന്നതൊന്നുമല്ല, ഞാൻ എൻ്റെ തലച്ചോറ് വെച്ച് പ്രവർത്തിക്കുന്നത്. എനിക്ക് ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിച്ച് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണമുണ്ട്. ഈ ഹോളിൽ കിടന്നാലൊന്നും എനിക്ക് ശരിയാവില്ല, ഞങ്ങൾക്ക് മുറി വേണം, ഇവരോട് ഹോളിൽ തന്നെ കിടക്കാൻ പറയാമെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, ഞാനും പാർലറിൽ ഒരുപാട് നിന്ന് ആ ക്ലയൻസിനെയൊക്കെ അറ്റൻഡ് ചെയ്ത് വരുവാണ്, എനിക്കും ക്ഷീണമുണ്ട്, എനിക്കും ഹോളിൽ കിടക്കാനൊന്നും പറ്റില്ല എന്ന് ശ്രുതിയും വാശി പിടിക്കുവാണ്. ചന്ദ്രയും അപ്പോൾ അവരുടെ കൂടെ തന്നെ അങ്ങനെ നിൽക്കുവാണ്. ഇവർക്കൊന്നും അങ്ങനെ ഹോളിൽ കിടക്കേണ്ട ഗതികേടൊന്നുമില്ല, അവരൊക്കെ നല്ല വീട്ടിൽ നിന്ന് വന്നവരാ, ശ്രുതിമോള് മുറി തന്നെ കിടക്കട്ടെ, AC കിടന്ന് ശീലിച്ചവരാ അവരൊക്കെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുവാണ്. ചന്ദ്രയെ അറിയാലോ, പൈസ ഉള്ളിടത്തേ ചന്ദ്ര നിൽക്കുള്ളൂ. പാവൻ രേവതിക്ക് ഇതൊക്കെ കേട്ട് സങ്കടം വരുവാണെങ്കിൽ സച്ചി പറയുന്നുണ്ട്, അച്ഛാ അവക്കൊന്നും വയ്യാത്തതുകൊണ്ടല്ലേ അച്ഛാ മുറിയിൽ പോയി കിടന്നത്, എന്നിട്ട് എന്ത് ചെയ്യാം ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് സച്ചിയും ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചീത്തകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു കഴിയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നിർത്തി നിങ്ങളുടെ മുറി പ്രശ്നം, ഞാൻ എത്രയും പെട്ടെന്ന് ഈ മുറിക്കൊരു തീരുമാനം എടുക്കുന്നതാണ്, ഞങ്ങൾക്ക് ഉടനെ തന്നെ മോളിൽ ഒരു മുറി പണിയാന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇവർക്ക് ഇനിയും ഞങ്ങളുടെ മുറി ഉപയോഗിക്കാനാ ഭാവമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ പുറത്ത് പോയി വല്ല ഹോട്ടലിൽ ഇവരുടെ ഈ ഒരാഴ്ച കഴിയുന്നത് വരെ വല്ല റൂം എടുത്ത് താമസിച്ചോളാം എന്നൊക്കെ പറയണം. അപ്പോൾ ചന്ദ്രക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം. അയ്യോ ഹോട്ടലിലോ, സമാധാനമായാലോ ഈ വീട്ടിലുള്ളവരെയൊക്കെ നീ അല്ലെങ്കിലും പുറത്താക്കി പറഞ്ഞു വിടാൻ നോക്കുമല്ലേ, ഇപ്പം എൻ്റെ ശ്രുതിയും പോകുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായല്ലോ. വയ്യാന്ന് പറഞ്ഞിട്ട് പോലും ആ രേവതിയെ ചന്ദ്ര വെറുതെ വിടുന്നില്ല, അഭിനയാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള പണി മൊത്തം ചെയ്യിപ്പിക്കുവാണേ. പാവം രേവതി. സച്ചിക്കും രേവതിയുടെ സങ്കടം കാണുമ്പോൾ വിഷമമുണ്ട്. സച്ചിയും ഒരുപാട് ചീത്ത ചന്ദ്രയെ പറയുന്നുണ്ട്, പക്ഷേ എവിടെ കേൾക്കാൻ, അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ചന്ദ്രക്ക് വിലയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.